ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക കൊണ്ടുള്ള ഒരു പുഴുക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക സീസൺ ആയതുകൊണ്ട്, ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന സമയമായതുകൊണ്ട് ഇതുപോലെ ചക്കയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയുടെ കൂടെ തിന്നുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നാടൻ സ്റ്റൈലിലാണ് ഈ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാടൻ സ്റ്റൈലിലുള്ള ഈ ഒരു ചിക്കൻ കറിയും ചക്ക ഉപ്പേരിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി വീഡിയോയിലോട്ട് പോകാം. ചക്കപ്പുഴുക്കിന് വേണ്ടി ചക്ക എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയാക്കി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ചക്കക്കുരുവും എടുക്കാം. ചക്കക്കുരു സ്കിന്നൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് ചക്കക്കുരു മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ചക്കയിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് കുക്കറിൽ 2 വിസിൽ വരുന്നവരേക്കും വേവിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്ത തേങ്ങയിൽ കുറച്ച് ജീരകവും 2-3 വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചെടുക്കാം. വേവിച്ച ചക്കയിലേക്ക് തേങ്ങ ചതച്ചതും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അതിനുശേഷം ചക്ക നന്നായി ഉടച്ചെടുക്കാം. കുത്തി ഇങ്ങനെ ഇതുപോലെ ഉടച്ചെടുക്കാം. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടുക. കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് ചക്കയിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി. ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചിക്കൻ കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ചക്കയുടെ കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ഇറച്ചി മസാല ചേർത്ത് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര് ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് എല്ലാം നന്നായി കുഴച്ച് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സവാള ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. അധികം വഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കന് ചേർക്കാം. ഈ ചിക്കൻ കറിയിൽ തീരെ വെള്ളം ചേർക്കുന്നില്ല. ഈ ഉള്ളിയുടെ വെള്ളം ഉണ്ടാവുമല്ലോ, അതിലാണ് ഇത് ശരിക്കും ആയി വരുന്നത്. ഇപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ അകത്തു നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഉള്ളിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം വരാൻ പറ്റും. ചെറിയ തീയിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത്ര പെട്ടെന്നായി ചിക്കൻ കറി വളരെ പെട്ടെന്ന് ആക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ചിക്കൻ കറി. നല്ല ടേസ്റ്റുമാണ്. പിന്നെ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം.
ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുറച്ച് കറിയുണ്ട്, ചക്കയുടെ കൂടെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ചൊരു കറി കൂടി ഉണ്ട്. വെള്ളം ചേർത്തിട്ടേ ഇല്ല. ഈ ചിക്കൻ്റെ അകത്തുനിന്നും ഉള്ളിൻ്റെ അകത്തുനിന്നും വന്ന വെള്ളം മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഈ ചിക്കന് വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇതിന് മാറ്റി വെക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ കറി റെഡിയായി. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ചക്കയും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. ചക്കയും ചിക്കൻ കറിയും, ചക്കയും മീൻ കറിയും ചക്കയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കും. ചക്കേൻ്റെ ഒക്കെ സീസൺ അല്ലേ ഇപ്പോഴേ. സൂപ്പർ ടേസ്റ്റാണ്. ചക്കപ്പുഴുക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.